നമസ്കാരം. ലൈവ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. T20യിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20യിൽ മലയാളി താരം സഞ്ജു സാംസൺ തുടർച്ചയായി 2 ആദ്യ ഇന്ത്യക്കാരനാണ് സഞ്ജു സാംസൺ. 50 ബോളിൽ 107 നേടിയത്. ഡർബനിലെ കിങ്സ്മീഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 9 സിക്സറുകളും അടക്കമാണ് സഞ്ജു സെഞ്ചുറിയിലേക്ക് എത്തിയത്. ബംഗ്ലാദേശിനെതിരായ അങ്ങോട്ട് നീങ്ങിയിരുന്നാണ്. എന്താണിത്? അത് ഭയങ്കര തണുപ്പ് മതി. പിന്നെ പെണ്ണ് വന്നാ ഷൈന? സമയം 8 മണി കഴിഞ്ഞല്ലോ. ഞാൻ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫ്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കാണെങ്കിൽ സ്വിച്ച് ഓഫാ? ആ, ഈ നേരം വരെ പെണ്ണ് ആവാറൊന്നുമില്ല. 7 മണി 7:30 ആകുമ്പത്തിന് എത്തുവേ. എവിടെ പോയി ഇല്ലല്ല, സ്വിച്ച് ഓഫ് ഒന്നല്ല. പക്ഷെ കോള് പോണ്ട്. കുക്കു കുക്കു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോണ്ട്. സ്വിച്ച് ഓഫ്. അപ്പൊ എന്തപ്പോ ഇത് സംഭവം? ഒരു പെൺകുട്ടിയാട്ടോ ഒന്നിനാത്രം പോന്നാ. ഞാൻ പറഞ്ഞില്ല വേണ്ട. ഏന്നാ തള്ളാർക്ക് ബോധണ്ടാവണേ. എന്തപ്പോ സംഗതി? എന്നോട് പണ്ടെന്ന കാര്യം ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ പാത്തുമ്മ താത്താനോട് പോയി പറയാ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നോക്ക്, ഒന്നിനാത്രം പോകുന്ന പെൺകുട്ടികളാണ്. രാത്രി അന്തി മോന്തിയാകുമ്പോൾ നേരത്തെ കയറിയിട്ട് വീട്ടിലേക്ക് എത്തണം. അതല്ലാതെ ഈ തോന്നിയ നേരത്തല്ല കയറി വരല്. പെൺകുട്ടിയാണ്. ആൺകുട്ടികളാണെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലും പറഞ്ഞു വെക്കുക. ഇത് നാട്ടുകാർ ചുറ്റുപുറത്തുള്ളവരൊക്കെ കാണില്ല ഓൾ ഇങ്ങനെ ദീന വഴി കൂടണ്ട് വരുന്നത്. എനിക്കിപ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കലല്ലേ പണി. ഇതെന്നും സ്ഥിതി തന്നെയല്ലേ. ഇത് പറയലില്ല ഓളടുത്ത്. ഞാൻ പറയുമ്പോൾ ഒരു ദേഷ്യം പിടിക്കും. ഇപ്പം അത് പറഞ്ഞ് ഇത് പറഞ്ഞ് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ നമുക്കൊരു വിഷമമായില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ കഴിച്ചു കൂട്ടണത്. ലാളിച്ചേൻ്റെ ഒരു വല്ലാത്ത കുഴപ്പമുണ്ട് പെണ്ണിന്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. തള്ള വളർത്തി മക്കൾ എന്ന് പറയും. അല്ല, ഞാൻ ഇവിടെ എത്ര കാലം ഉണ്ടായിരുന്നല്ലോ. ഞാൻ നാട്ടിൽ സെറ്റിലായത് ഇപ്പോഴല്ലേ. ഇതുവരെ ജിയല്ലേ നോക്കി വളർത്തിയുണ്ടാക്കിയിരുന്നത്. കുറ്റല്ലാന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്ത് അത് കറക്റ്റായിട്ട് അവരെ കൊണ്ട് നടന്ന് വളർത്തിയുണ്ടാക്കണം. പെൺകുട്ടികളെ പ്രത്യേകിച്ച്. തൊള്ളേ തോന്നിയ മാതിരി ആൺകുട്ടികളുടെ മാതിരി ഒരു പെൺകുട്ടി കയറി വരുന്ന രാത്രിയാകുമ്പോൾ ഇന്നലെ വന്ന 9 മണിക്കാണ് കേട്ടോ, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. എന്നു തന്നെ എന്താണ് ഇങ്ങനെ ഈ ഒന്ന് പറഞ്ഞൂടെ ചങ്ങായി? ഞാൻ പറഞ്ഞ പെണ്ണ് ഇങ്ങോട്ട് തലേ കയറാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇപ്പോൾ ഇവിടെ സെറ്റിലായി, ഇപ്പോൾ ഒരു പണിയൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുകയാണല്ലോ. ഇപ്പം ഞാനത് പറഞ്ഞു. എത്ര കാലം ഓള് പണിയെടുത്തിട്ടേ ഓള് നിന്നിരുന്നത്. അതെ, നിങ്ങൾക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആയുസ്സും ആരോഗ്യവും കണ്ണി കണ്ട നാട്ടിൽ പോയിട്ട് ചിലവഴിച്ചത്. വല്ലാത്തൊരു കഥ പടച്ചവനെ. എന്ത് അതോളന്നല്ല, സ്കൂട്ടിയുടെ ശബ്ദമല്ലേ? അത് അപ്പുറത്താ ചെക്കനാണ്. ഞാൻ മുണ്ടായിരുന്നോണ്ടാണ്. എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഈ ഇങ്ങനെ മുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത്. നാട്ടുകാർ നാളെ പറയും ഇതാ ആരിഫ വളർത്തിയുണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണെന്ന്. അപ്പം തള്ള വളർത്തിയിട്ടുണ്ടാക്കിയ തള്ള വളർത്തി മക്കളായി മാറും. ഞാൻ പറഞ്ഞില്ല വേണ്ട. ഞാൻ അത് പറയുമ്പോൾ ഞാൻ മൂരാച്ചിയാണ്, പഴഞ്ചനാണ് എന്നൊക്കെ പറയും. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ഇത്തിരി പഴഞ്ചൻ തന്നെ. അല്ലാന്ന് അതൊന്നും ഉണ്ടായിരിക്കുക തന്നെ. ഞാൻ എവിടെ പോയി നിങ്ങൾക്ക് അറിയില്ല. രാവിലെ ഞാൻ പറഞ്ഞില്ലേ ജോലിക്ക് പോവാന്ന്. പിന്നെ 8 മണിക്ക് ജോലി ചെയ്ത 8 മണിക്ക് വരാൻ പറ്റൂ. ആ പണിക്ക് പോവാതിരുന്ന പിന്നെ എന്താ കാട്ടാൻ പോണേ? പിന്നൊന്നും വേണ്ടേ? ഈ ബാപ്പ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. ഇത്ര കാലം നോക്കി ശരി, ഇനി ജീവിക്കൊന്നും വേണ്ടേ?
ഇത് ഇങ്ങനെ ആയിക്കാൻ ശരിയാവില്ല കേട്ടോ. ബാപ്പാന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിക്കോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതിന് ഈഗോ. ഇന്നെന്തീ പറയണേ? ഈ പറയണ പോലെ ഒന്നല്ല. പണി തിരുമല വരാൻ പറ്റൂ. എല്ലാ കുടുംബത്തെ പെണ്ണുങ്ങൾ പഠിക്കുള്ളൂ, മാത്രമേ പഠിക്കുള്ളൂ. ഇപ്പൊ പറയലെന്താ തെറ്റുള്ളത്? ബസ് കിട്ടിയിട്ട് വരണ്ടേ? എന്റെ വണ്ടി ഒന്നും ഇല്ലല്ലോ. അതിന്റെ കൂടെ ഒരു കുറവാനക്കുള്ളൂ, വണ്ടിന്റെ ഒരു കുറവ് കൂടെ എനിക്ക് ഒരു വിചാരമുണ്ട്. നമുക്ക് 10-18 വയസ്സായാലും നിയന്ത്രിക്കാനാവില്ല. അതൊക്കെ എന്റെ തോന്നല് മാത്രമേ ഉണ്ടാവും. നമുക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടക്കാരുണ്ട്. ആ ബോധം എനിക്ക് ഉണ്ടായിക്കോട്ടെ. ഈ ബോധമില്ല അതിന്റെ ഒന്നുമല്ല. പണി കഴിഞ്ഞ് വരാ ഈ സമയം. ഇവിടെ ആൺകുട്ടികളോട് ഇതൊന്നും ചോദിക്കാല്ലോ. നമ്മളോട് മാത്രം എന്താ? ബാപ്പാക്ക് അത് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആണായിരുന്നെങ്കിൽ ഇപ്പൊ ചോദിക്കില്ല. ഞാൻ പെണ്ണായതുകൊണ്ടല്ലേ ബാബ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കണേ. അല്ലെങ്കിൽ തന്നെ എന്റെ ടീച്ചറിനാണ് ഞാൻ എന്നെ വഷളാക്കി നീ കൂടെ പോയിട്ടുണ്ടെങ്കിലേ എന്തിരിക്കാനും അവസ്ഥ. ഇത്രയും കാലം നോക്കിണ്ടെങ്കിൽ വാപ്പാനെ പൈസക്ക് വരില്ലാത്ത രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലെങ്കിലേ ശരിയാവില്ല. പോവാൻ പറ്റേ? എന്താണ് എന്താണ് വർത്താനം പറയണേ ഉമ്മാന്റെ അടുത്ത്? എന്താണ്? ഓളൊന്നും പറഞ്ഞില്ലേ? ഇത്ര നേരം അവിടെ നിങ്ങൾ വർത്താനം പറയണേ ഞാൻ അവിടെ ഇരുന്നിട്ട് കേൾക്കണ്ടല്ലോ, അങ്ങോട്ട് കേൾക്കണ്ടല്ലോ. നാട്ടുകാർ മൊത്തം കേട്ടിണ്ടാവും ഇപ്പൊ ഇതൊക്കെ. എന്റെ ബാലനാവിന് ഇത്ര നീളം ഉണ്ടായത് എന്നു മുതലായിരുന്നു? ഇതത്ര നീളമൊന്നുമില്ല. ആവശ്യമുള്ള കാര്യം പറഞ്ഞോളൂ. എന്താവശ്യമുള്ള കാര്യം? അനാവശ്യമുള്ള കാര്യമാണ് ഇപ്പൊ ഈ ചെയ്തോണ്ടിരിക്കുന്നത്. നേരെ ഇപ്പൊ എത്രയായി? സമയം ഇപ്പൊ എന്തായി? എന്റെ വാച്ചിൽ നോക്ക്, എന്തായി സമയം? 9 മണിയായി. ഒരു പെൺകുട്ടിയാണ് ജി വീട്ടിലേക്ക് കയറി വരുന്ന സമയമാണിത്. അതെ അതെ, ചോദിച്ചതിന് മറുപടി പറയാം. ജോലി കഴിയണ്ടേ? പിന്നെ ജോലി ഇത്ര നേരം ജോലി 5 മണിക്ക് ജോലി കഴിയില്ലേ? 5 മണി കഴിഞ്ഞ് 6, 7, 8, 9, 4 മണിക്കൂർ. അനക്ക് 3/4 മണിക്കൂർ അവിടെ നിന്ന് വണ്ടിയുമ്പോ വരേണ്ട സമയമുള്ളൂ. ഇതുവരെ എവിടെയായിരുന്നു ഈ? ഓള് എനിക്ക് എക്സ്ട്രാ വർക്ക് ഉണ്ട്. അല്ലല്ല, എന്ത് ഒരു എക്സ്ട്രാ വർക്കും ഇല്ല. അങ്ങനത്തെ എക്സ്ട്രാ വർക്കിന് ഇവിടുന്ന് തന്നെ വിട്ടിട്ടില്ല. ഈ പൂവും വേണ്ട. ഇജ്ജ് കൈ കൊണ്ട് കാട്ടണ്ടട്ടാ. ഇതാണ് കണക്ക്. ഇത് കിട്ടണടി, അനക്ക് ഇത് കിട്ടണം. പറയണ്ട, ഞാൻ ആഗ്രഹിച്ച ജോലിയാ. അത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് ആഗ്രഹിച്ചോ? അതിനൊരു തെറ്റും വാപ്പ പറയണില്ല. പക്ഷെ ഇത്ര നേരം ആരുടെ കൂടെ ആയിരുന്നു? എവിടെയായിരുന്നു പോയിരുന്നത്? ഞാൻ ആരുടെ കൂടെ പോയൊന്നുമില്ല. പിന്നെ ഈ 4 മണിക്കൂർ എവിടെയായിരുന്നു? 4 മണിക്കൂർ ഓഫീസ് 5 മണിയാകുമ്പോ പൂട്ടിടൂലേ? ഓഫീസ് 5 മണിക്ക് ഇങ്ങനെ കൂട്ടിടുന്നില്ല. ഗവൺമെന്റ് ജോലി ഒന്നും അല്ലല്ലോ. ഈ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട് ഇനി എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്? കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ഇവിടെ ഇത്ര വലിയ ചെലവുള്ളത്? ഇവിടുത്തെ ചെലവ് പിന്നെ എങ്ങനെ പോകുന്ന വെച്ചിട്ടാ? നിങ്ങൾക്കൊന്നും അറിയില്ല, ഒന്നും പറയാനില്ലേ? ശരി, അപ്പൊ ഇജിപ്പൊ പണി ചെയ്തിട്ട് ഇജി കൊടുത്തിട്ട് ഞങ്ങൾക്ക് തിന്നാൻ തരിക എന്നുള്ളതാണ് ആയി അല്ലേ? അപ്പൊ ഇത്ര കാലം വാപ്പ ചെയ്തിട്ടതൊന്നും ഒന്നിലും ഇല്ലേ? വീട് നേടി ഇത് ചോരാത്തൊരു പെരയിൽ ഇജി കെടുക്കണില്ലേ? ഇവിടെ എത്ര ആൾക്കാർ കെടുക്കണ്ടെന്ന് അറിയോ? ഒരു പെരല്ലാണ്ട് തിന്നാളത് അത്യാവശ്യത്തിന് വേണം. ഇജി എക്സ്ട്രാ ജോലി ചെയ്തിട്ടൊന്നും ഇജി കൊണ്ടുവരണ്ട കേട്ടാ മോളെ. ഞാൻ പറഞ്ഞില്ല, വേണ്ട. വായലാവ് ഒതുക്കിക്കോ. അണക്കാണ് കിട്ടണ്ട എന്റെ അടുത്ത്. എന്താ ഉമ്മാനോട് ചൂടായാല്? നോക്കിക്കോ, വായലാവ് നിർത്തിക്കോ. ഞാൻ പറഞ്ഞുതരാം, വായലാവ് നിർത്തിക്കോ. എൻ്റെ ഈ അസമയത്തുള്ള കേറി വരവ് നിർത്തിക്കോ. കണ്ണി കണ്ട ആൾക്കാരുടെ കൂടെ അവിടെ ഇവിടെയും കറങ്ങാൻ എന്തിനേലും പോയി എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ചതക്കണ പോലെ ഞാൻ ചതയ്ക്കും. അല്ല, ഓർമ്മ ഉണ്ടായിക്കോട്ടെ എനിക്ക് കേട്ടാ. കേറി പൊടിയാത്ത് അണക്കാണ് കിട്ടണ്ട്. ശ്രീകരങ്ങള്. ഹേയ്, ഇങ്ങനെ ഉണ്ടതൊരു മുസീബത്ത് ഇത്.